നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വിജയം ഉറപ്പാണെന്ന ബി.ജെ.പിയുടെ അവകാശവാദങ്ങളെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് എക്സിറ്റ് പോൾ ചർച്ചകളിൽ നിന്നും ഒളിച്ചോടിയിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ചർച്ചകൾ ബഹിഷ്കരിക്കുമെന്ന് പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ പവൻ രേഖ പ്രസ്താവനയുമായി രംഗത്തെത്തിയത് എന്നതാണ് ശ്രദ്ധേയം. ജൂൺ 4-ാം തീയതി തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ എന്തായാലും പുറത്തുവരും. അതിനു മുൻപ് മാധ്യമങ്ങളുടെ TRP കൂട്ടുവാനുള്ള ഇത്തരം സംവാദ യുദ്ധങ്ങളിൽ പങ്കാളിയാവാൻ കോൺഗ്രസിന് താല്പര്യമില്ല എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ പുറത്തു പറയുന്ന ന്യായം. എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ ഇതൊന്നും കോൺഗ്രസിന് ഓർമ്മയുണ്ടായിരുന്നില്ലേ എന്ന ചോദ്യം വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ശനിയാഴ്ച വൈകുന്നേരം ഇന്ത്യൻ സമയം 6 മണിക്കാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരിക. മുഖ്യധാര മാധ്യമങ്ങൾ ഉൾപ്പെടെ വിവിധ PR ക്യാമ്പുകൾ എക്സിറ്റ് പോൾ ഫലം വിടാറുണ്ട്. പലപ്പോഴും യഥാർത്ഥ ഫലങ്ങളോട് വളരെ സാമ്യമുള്ളതായിരിക്കും എക്സിറ്റ് പോൾ ഫലങ്ങൾ. എക്സിറ്റ് പോൾ ചർച്ചകളിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിൽക്കുന്നത് പരാജയഭീതി മൂലമാണെന്ന സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായമുയരുന്നത്. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും സമാനമായ അഭിപ്രായവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം മുതൽ എക്സിറ്റ് പോളുകളുടെ പേരിൽ BJP പ്രചരിപ്പിക്കാൻ പോകുന്ന വ്യാജ പ്രചരണങ്ങളെ സമാജ്വാദി പാർട്ടി പ്രവർത്തകർ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ യഥാർത്ഥത്തിൽ പുറത്തു വരുന്നതുവരെ നാം ഒന്നിനെയും ഭയക്കേണ്ടതില്ല എന്നും അഖിലേഷ് യാദവ് എക്സിൽ കുറിച്ചിട്ടുണ്ട്. എന്നാൽ എക്സിറ്റ് പോൾ ചർച്ചയിൽ നിന്നും കോൺഗ്രസ് മാറി നിൽക്കുന്നതിനെ രൂക്ഷമായി പരിഹസിച്ചുകൊണ്ട് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ രംഗത്ത് വന്നു. കളിപ്പാട്ടം പറിച്ചെടുത്ത കുട്ടികളെ പോലെയാണ് കോൺഗ്രസ് പെരുമാറുന്നതെന്ന് വ്യക്തമായ നദ്ദ കോൺഗ്രസിൽ ഇത്തരം പെരുമാറ്റം പ്രതീക്ഷിച്ചതാണ് എന്നും കൂട്ടിച്ചേർത്തു. കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇതിൽ ആശ്ചര്യപ്പെടാനില്ല. കാരണം ഫലം തങ്ങൾക്ക് അനുകൂലമല്ലാത്ത സമയത്തൊക്കെ ഒളിച്ചോടുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ കാര്യമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വിജയിക്കുമെന്നത് BJPയേക്കാൾ ഉറപ്പ് കോൺഗ്രസിനാണെന്നത് ഇതോടുകൂടി വ്യക്തമായിരിക്കുകയാണ്. ഇതുകൊണ്ടാണല്ലോ നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടി എക്സിറ്റ് പോൾ ചർച്ചകളിൽ നിന്ന് തന്നെ കോൺഗ്രസ് പാർട്ടി മാറി നിൽക്കുന്നത്. എന്തായാലും ഭരണകക്ഷികളുടെ നേട്ടങ്ങളിൽ അവരെക്കാളും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരു പ്രതിപക്ഷം ഉള്ളത് എന്തുകൊണ്ടും ജനാധിപത്യത്തിന് വളരെ നല്ല ഒരു കാര്യമാണ്.